പറഞ്ഞ് രാവിലെ എനിക്ക് ഒരൊറ്റ മൂഡും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല നമ്മളെ മേട്ടൂനും ഇല്ല കേട്ടോ. മേട്ടൂന് വന്നപ്പം മുതലേ മൂഡ് എന്ന് പറഞ്ഞ സാധനം തന്നെ അല്ല. ഇന്ന് അവന് പെട്ടെന്ന് തന്നെ മൂത്രമൊഴിക്കാനൊക്കെ പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഇവിടെ ഇങ്ങോട്ട് കുടുക്കിയിട്ടേക്കാണ് കേട്ടോ. സത്യം പറയാലോ, തുറന്നു വിടാൻ നമുക്ക് ഭയമാണ്. അവൻ എപ്പോഴാണ് ആസ്വദിച്ച് ഓട് തെണ്ടാൻ പോകാമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപക്ഷെ അവനെ ഇതിനു മുന്നേ കളഞ്ഞു കിട്ടിയ ആരുടെങ്കിലും കയ്യിൽ നിന്ന് അവർ കളഞ്ഞതാവാനല്ല സാധ്യത, ഇവനിതുപോലെ പോകാനും സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. ഇതിനിടയിൽ നമ്മളവിടെ ചക്ക കണ്ടപ്പോൾ അവനിനി ആദ്യമായിട്ട് കണ്ടിട്ടാണോ ഇവിടെ ഇനി ഇതാദ്യമായിട്ട് കണ്ടിട്ടാണോ എന്നറിയില്ല, ആളത് നോക്കി കുറേ നേരം ഒച്ച വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരുന്ന രീതിയിലൊക്കെ നിന്ന് കേട്ടോ. ഇത് ചക്കയുടെ അത് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് കഴിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് 2 കൊട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ ചെറിയൊരു സമാധാനമൊക്കെ ആയിട്ടോ. അതിനുശേഷം അവിടെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ചക്ക വീണ്ടും ഒന്ന് നീക്കിയൊക്കെ വെച്ചപ്പോൾ പിന്നെ ആൾക്ക് കൺഫ്യൂഷനായി, അതങ്ങോട്ട് ഇളകുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ട് കേട്ടോ. എന്നാലും ആ നോട്ടം വിടാതെ ആളങ്ങോട്ട് കിടക്കുന്നതായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മേട്ട് പോയതിന് ശേഷം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. മറ്റേതെന്ന് പറയുകയാണെങ്കിൽ ഓർക്ക് ഓരോ ദിവസം എന്തുണ്ടാക്കണം എന്ന് ചിന്തിച്ചിട്ട് തന്നെയായിരുന്നു എണീക്കുന്നുണ്ടാവുക. ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. അവർക്കിപ്പോൾ സെയിം പാറ്റേൺ തന്നെയായിരുന്നു മേട്ടില്ലാത്ത സമയത്ത് ഉണ്ടായിരുന്നത്. മേട്ട് വന്ന സ്ഥിതിക്ക് വെറൈറ്റി ഒക്കെ പിടിക്കാനുള്ള പരിപാടിയിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ താത്ത ചക്ക മുറിക്കാൻ വേണ്ടി എടുത്തപ്പോൾ വീണ്ടും ഒന്ന് വന്ന് നോക്കിയിട്ട് അത് കടിക്കൂലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനവിടെ പോയി കിടന്നു കേട്ടോ. നമ്മളെ തൊട്ടടുത്തുള്ള താത്ത തന്ന ചക്കയായിരുന്നു കേട്ടോ. നമ്മുടെ താത്ത കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് പഴുക്കാനുണ്ട് എന്ന് കണ്ടപ്പോൾ നമ്മളത് മുറിക്കാതെ അങ്ങോട്ട് സൈഡിലേക്കാണ് മാറ്റി വെച്ചു. പിന്നെ കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടി അങ്ങോട്ട് ചോറ് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ അവർക്ക് കൊടുക്കുന്ന പോലെയല്ല ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, എല്ലാവർക്കും നല്ല രീതിയിൽ വിശന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ചെറിയൊരു പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ ഇവർക്ക് കുറച്ച് നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടാവുക. എത്ര നേരത്തെ ഭക്ഷണം കൊടുക്കുന്നോ അതുപോലെ തന്നെ പിറ്റേ ദിവസം കൊടുക്കുന്ന ഫുഡിൻ്റെ അളവിലും കൊടുക്കുന്ന സമയത്തിലൊക്കെ മാറ്റം വരുത്തുന്നത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ പെണ്ണ് കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ, ഇപ്പോൾ ഈ ഇടയായിട്ട് അവൾ ചെയ്യുന്ന പരിപാടിയാണ്, ഞാൻ കൂട്ടിലേക്ക് വെള്ളം അടിക്കുമ്പോൾ അതിലൂടെ വന്നിട്ട് വെള്ളം കുടിക്കാൻ നോക്കും. പാത്രത്തിലുള്ള വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഒരു പക്ഷേ ഈ രീതിയിലായിരിക്കും അവൾ കുടിക്കുന്നുണ്ടാവുക. അവൾ ഈ വെള്ളം കാട്ടുന്നത് കണ്ടിട്ട് കുഞ്ഞൂസിൻ്റെ കൂട് ഞാൻ വൃത്തിയാക്കാൻ നിന്നപ്പോൾ അവളും ആ വെള്ളത്തൊന്നും മാറുന്നില്ല കേട്ടോ. സാധാരണ കൂട്ടിൽ വെള്ളമായി കഴിഞ്ഞാൽ കരയുന്ന ആളാണ്. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ശങ്കരി കാണിക്കണ പോലെ കാണിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നേരെ മേട്ടൂന് ആദ്യം ഭക്ഷണം കൊടുത്തു, പിന്നെ കുഞ്ഞൂസിനും ശങ്കരിക്കും ശങ്കരനൊക്കെ ഫുഡ് കൊടുക്കാനുള്ളൊരു പോക്കാണ് കേട്ടോ. എന്താണെന്നറിയില്ല, സാധാരണ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ വരെ കരഞ്ഞ് തുടപ്പിക്കുന്ന ഒരാൾ ശങ്കരി ഇന്ന് വെള്ളത്തിലിരിക്കുന്നത് കണ്ടപ്പോൾ കൂടെ തന്നെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ അവൾ എന്ത് ചെയ്യുന്നു അത് ഞാൻ ചെയ്യും, അവർക്ക് എന്ത് കൊടുക്കുന്നു അത് ഞാൻ കഴിക്കും, ആ ഒരു ടേമിലാണ് ഇപ്പോൾ നമ്മൾ കുഞ്ഞൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശങ്കരിക്ക് വെള്ളം അങ്ങോട്ട് തട്ടിയാൽ മതി. എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന പരിപാടി, കൂട് വൃത്തിയാക്കുമ്പോൾ വരെ ആൾ മാറിത്തരാത്തൊരവസ്ഥയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരെ മേലങ്ങനെ വെള്ളമാവുന്ന അത്ര നല്ലതൊന്നുമല്ല. അത് തീരെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന രണ്ടെണ്ണമാണ് ഈ ഒരു ശങ്കരിയും ശങ്കരനും കേട്ടോ. പ്രത്യേകിച്ച് ശങ്കരിൻ്റെ കാര്യം പറയണമല്ലോ ഗൈസ്.